നമസ്തേ, ജയ് ശ്രീറാം. ജനം ഡിബേറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. കാശി ഭാരതത്തിൻ്റെ ഹൃദയമാണ്, കാശ്മീർ ഭാരതത്തിൻ്റെ ശിരസാണ്, അയോധ്യ ഭാരതത്തിൻ്റെ ആത്മാവാണ്. ഭാരതത്തിൻ്റെ നഷ്ടപ്രതാപങ്ങളെല്ലാം ഓരോന്നായി വീണ്ടെടുക്കപ്പെടുന്നു. ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ശംഖുലിയിൽ നവഭാരതത്തിൻ്റെ ഉദയത്തിനാണ് ഇന്ന് രാമക്ഷേത്രം സാക്ഷിയായത്. ഭാരതത്തിൻ്റെ സമാദര സുദിനം, രാംലല്ല മിഴി തുറന്ന ദിവസം. ലോകം മുഴുവൻ മര്യാദാ പുരുഷോത്തമനായ ശ്രീരാമചന്ദ്രനായി വിശ്വാസികൾ പ്രാർത്ഥനാപൂർവം ദീപങ്ങൾ തെളിച്ചു. ജയ് ശ്രീറാം. ജനം ഡിബേറ്റിൽ ഇന്ന് വിശദമായി ചർച്ച ചെയ്യുന്നു. രാമക്ഷേത്രത്തിൻ്റെ പ്രസക്തി, പ്രാണപ്രതിഷ്ഠയോടെ അയോധ്യ ആഗോള തീർത്ഥാടന കേന്ദ്രമായി മാറുന്നത്, ഒപ്പം ദേശീയ രാഷ്ട്രീയത്തിലുണ്ടാക്കുന്ന ചലനങ്ങൾ. സാമൂഹ്യ നിരീക്ഷകരായ ശ്രീ വിദ്യാസാഗർ ഗുരുമൂർത്തി, പ്രൊഫസർ സ്റ്റാൻലി സെബാസ്റ്റ്യൻ, BJP വക്താവ് അഡ്വക്കേറ്റ് S. സുരേഷ്, കർസേവകനായിരുന്ന ജന്മഭൂമിയുടെ ഡയറക്ടർ കൂടിയായ ശ്രീ T. ജയചന്ദ്രൻ എന്നിവ അതിഥികളാവുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പ്രേക്ഷകരെയും ഞാൻ ശ്രീ ജയചന്ദ്രനിൽ നിന്ന് ഇന്നത്തെ സംവാദം ആരംഭിക്കുകയാണ്. ശ്രീ ജയചന്ദ്രൻ കർസേവകനായിരുന്നു. അന്ന് പ്രതീക്ഷിച്ചിരുന്നു ഈ ക്ഷേത്രം യാഥാർത്ഥ്യമാകും എന്ന്. താങ്കളുടെ അനുഭവങ്ങൾ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുകയാണെങ്കിൽ നന്നായിരിക്കും. തീർച്ചയായിട്ടും ഞങ്ങളന്ന് പ്രതീക്ഷിച്ചിരുന്നു രാമക്ഷേത്രം ഉയരുക തന്നെ ചെയ്യും. 1986 രാമജന്മഭൂമി മുക്തി യജ്ഞ സമിതിക്ക് രൂപം കൊടുത്ത് അതിൻ്റെ പ്രവർത്തനം ഭാരതമെമ്പാടും നടക്കുന്ന സമയത്ത് തന്നെ രാമക്ഷേത്രം ഉയർത്താനാകുമെന്ന് ഞങ്ങൾ അടിയുറച്ച് വിശ്വസിച്ചിരുന്നു. ആ കാലഘട്ടത്തിൽ ഇറങ്ങിയ ഒരു ഗാനമുണ്ട്, ഞങ്ങൾക്കെല്ലാം വളരെ പ്രചോദനം കിട്ടിയ ഒരു ഗാനമാണ്. കോടി കോടി ഹിന്ദു മനസ്സിൽ ആവേശം നാം സൃഷ്ടിക്കും, രഘുവരനാണേ സത്യം, ക്ഷേത്രം അവിടെ നിർമ്മിക്കും, രാമക്ഷേത്രം നിർമ്മിക്കും, ഭവ്യക്ഷേത്രം നിർമ്മിക്കും. 33 വർഷങ്ങൾക്ക് മുൻപാണ് ഈ ഗീതം രചിച്ചത്. അതിന് സംഗീതാവിഷ്കരണം നടത്തി അത് പാടിക്കേട്ടത്. ഇത് ഈ കേരളത്തിലെ എല്ലാ കർസേവകരെയും രാമഭക്തരെയും പ്രചോദിപ്പിച്ച ഗാനമായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും, രാമഭക്തരായ ദേശവിശ്വാസികൾക്കെല്ലാം, ദേശീയ ജനതയ്ക്കെല്ലാം ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു രാമക്ഷേത്രം അയോധ്യയിൽ ഉയരും, രാംലല്ല അവിടെ പ്രതിഷ്ഠിക്കപ്പെടുക തന്നെ ചെയ്യും എന്ന് കരുതി. ഞങ്ങൾ 1990 ആദ്യത്തെ കർസേവയ്ക്ക് വേണ്ടി പോകുന്നത്. ആ കാലഘട്ടം ശ്രീ മുലായം സിംഗ് ഉത്തർപ്രദേശിൽ മുഖ്യമന്ത്രിയായ എന്ന കാലഘട്ടമാണ്. ഈ രാമജന്മഭൂമി പ്രക്ഷോഭത്തെ ഏറ്റവും കൂടുതൽ എതിർപ്പ് ആ കാര്യത്തിൽ പ്രകടിപ്പിച്ച മുഖ്യമന്ത്രി ശ്രീ മുലായം സിംഗ് യാദവാണ്. മുലായം സിംഗിൻ്റെ ഭരണത്തിൽ ഒരിക്കലും അവിടെ കർസേവ നടക്കില്ല എന്നായിരുന്നു വലിയ ഒരു കൂട്ടം ആൾക്കാർ വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് വെല്ലുവിളികളെ, പ്രതിസന്ധികളെ അതിജീവിച്ചാണ് ആ കർസേവ നടത്തേണ്ടത് എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു. ഞങ്ങളിവിടെ തിരുവനന്തപുരം നെയ്യാറ്റിൻകര ഭാഗത്ത് നിന്ന്, അതായത് തിരുവനന്തപുരം ഗ്രാമജില്ലയിൽ നിന്നുള്ള സംഘത്തെയാണ് നയിക്കാനുള്ള ചുമതലയാണ് എന്നിൽ നിക്ഷിപ്തമായത്. ഞങ്ങൾ ഒക്ടോബർ ആദ്യവാരം തന്നെ അയോധ്യയിലേക്ക് യാത്രയായി. 87 അംഗ സംഘത്തെ നയിച്ചുകൊണ്ടാണ് ഞാൻ ആ കർസേവയ്ക്ക് പോകുന്നത്. ആ പോയ ഞങ്ങളെ UPയുടെ അതിർത്തിയിൽ ഝാൻസി റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഉത്തർപ്രദേശ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. അറസ്റ്റ് ചെയ്ത് ഞങ്ങളെ ലളിത്പൂർ എന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു.
ഞങ്ങളവിടെ എത്തുമ്പോഴേക്കും UP-യിലുള്ള എല്ലാ ജയിലുകളും നിറഞ്ഞു കവിഞ്ഞിരുന്നു. അതുകൊണ്ട് അന്ന് കോളേജുകളും സ്കൂളുകളുമാണ് താൽക്കാലിക ജയിലുകളാക്കിയത്. അങ്ങനെ ഒരു താൽക്കാലിക ജയിലിലാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നത്. ലളിത്പൂരിലെ ഒരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോളേജാണ് താൽക്കാലിക ജയിലായി അവിടെ അറേഞ്ച് ചെയ്തിരുന്നത്. ആ ജയിലിലാണ് ഞങ്ങളെ കൊണ്ടുപോയത്. ഞങ്ങളോടൊപ്പം കർണാടക, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, ബംഗാൾ, ബീഹാർ തുടങ്ങിയ സംസ്ഥാനങ്ങളിലുള്ള കർസേവകരുണ്ടായിരുന്നു. ആകെ 867 കർസേവകർ ആ കോളേജ് ജയിലിൽ വന്നു ചേർന്നു, അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു. അവിടെ ജയിലിൽ വാസം എങ്ങനെയാണ് ഓരോ ദിവസവും മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഓരോ സംസ്ഥാനത്തിനും വന്ന പ്രമുഖരായ കർഷകർ ഒന്നിച്ചുകൂടി തീരുമാനിച്ചിരുന്നു. രാവിലെ മുതൽ രാത്രി വരെ എന്തൊക്കെ കാര്യക്രമങ്ങളിലൂടെ ജയിൽവാസം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് തീരുമാനിക്കപ്പെട്ടു. അങ്ങനെ രാവിലെ യോഗയും അതുപോലെ അതിനുശേഷം ഒരു രാമപൂജയും പിന്നീട് ഓരോ സംസ്ഥാനത്തെയും കർഷകരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കലും പരിചയവും ഉച്ചയ്ക്ക് കുറച്ച് വിശ്രമവും വൈകുന്നേരം ചില ലഘു കളികളും അതുപോലെ സന്ധ്യയായി കഴിഞ്ഞാൽ വീണ്ടും ശ്രീരാമ പൂജയും ഭജനയും ഒക്കെ നടത്തി ഉത്സാഹത്തോടു കൂടി ആ ദിനങ്ങൾ മുന്നോട്ട് പോയി. അതൊന്നും തടഞ്ഞിരുന്നില്ല അല്ലേ? അതിനൊന്നും പോലീസ് തടഞ്ഞിരുന്നത്. UP പോലീസിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ കണ്ടത് 70% പോലീസുകാർ ഈ രാമജന്മഭൂമി പ്രക്ഷോഭത്തിന് അനുകൂലമായിരുന്നു, കർഷകർക്ക് അനുകൂലമായിരുന്നു. അതേസമയം 30% പോലീസ് മുലായം സിംഗിൻ്റെ ഏത് ആജ്ഞയും ശിരസ വഹിച്ചുകൊണ്ട് നടപ്പിലാക്കാൻ അവർ നിതാന്തമായി ശ്രദ്ധിച്ചിരുന്നു. അവർ കർഷകരെ പരമശത്രുക്കളായാണ് കണ്ടിരുന്നത്. അങ്ങനെ നമ്മളവിടെ ഒരു ക്യാമ്പിൽ പോയി ഇങ്ങനെ ജീവിതം മുന്നോട്ട് പോകാനല്ലല്ലോ ആഗ്രഹിച്ചു പോയത്. നമ്മളെല്ലാം കർഷകയ്ക്ക് വേണ്ടിയാണല്ലോ പോയത്. കർഷക ദിനം അടുത്തു വരുന്നതോടുകൂടി ഞങ്ങൾക്ക് ആശങ്കയായി. ഞങ്ങളിനി എന്ത് ചെയ്യും? ഇപ്പം ജയിലിലാണ്, പക്ഷെ കർഷകയ്ക്ക് അയോധ്യയിലെത്തണം. അതിനെന്താണ് മാർഗം എന്നുള്ളതിനെക്കുറിച്ച് ആലോചിച്ചു. അപ്പോൾ ആർക്കും ഒരു തീരുമാനത്തിലെത്താൻ കഴിയുന്നില്ല. കാരണം ഞങ്ങൾ ഇവിടെ നിന്ന് പോകുമ്പോൾ ഞങ്ങൾക്ക് ബന്ധപ്പെടാൻ വേണ്ടി 3 പേരുടെ നമ്പർ തന്നിരുന്നു. അത് ഞങ്ങൾക്ക് മുമ്പ് തന്നെ, ആഴ്ചകൾക്ക് മുൻപ് തന്നെ കേരളത്തിൽ നിന്ന് അയക്കപ്പെട്ട പ്രമുഖരായ വ്യക്തികളായിരുന്നു. അവരവിടെ അയോധ്യയിലെ ഗ്രാമങ്ങളിൽ താമസിച്ച് ഞങ്ങളവിടെ എത്തുമ്പോഴേക്കും ഞങ്ങൾക്ക് വേണ്ട വ്യവസ്ഥകൾ ചെയ്യാനാണ് അവരെ നേരത്തെ അയച്ചിരുന്നത്. ശ്രീ വിശ്വംബപ്പ, ശ്രീ VK വിശ്വനാഥൻ എന്ന വിശ്വംബപ്പ, ശ്രീ A ഗോപാലകൃഷ്ണൻ, ശ്രീ K രാജശേഖരൻ, ഇങ്ങനെ 3 പ്രമുഖരായ കാര്യകർത്താക്കളെ നേരത്തെ തന്നെ അയോധ്യയിലേക്ക് അയച്ചിരുന്നു നമ്മുടെ സംസ്ഥാനത്ത് നിന്ന്. പക്ഷേ ഞങ്ങൾക്ക് അവരെ ബന്ധപ്പെടാൻ, കാരണം ഇന്നത്തെ പോലെ മൊബൈൽ ഫോണൊന്നുമില്ല, അന്ന് ലാൻഡ് ലൈനേ ഉള്ളൂ. ലാൻഡ് ലൈൻ നമ്പറാണ് നമുക്ക് തന്നിരുന്നത്. അവർ താമസിച്ചിരുന്ന വീടുകളിലെ നമ്പറാണ് തന്നിരുന്നത്. ആ നമ്പറിൽ ബന്ധപ്പെടാൻ ഒരു നിർവാഹവുമില്ല, കാരണം നമുക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല. അപ്പോൾ ഞങ്ങൾ രാമഭക്തരായ 2-3 പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് ഞങ്ങളെ ഒന്ന് സഹായിക്കണം, ഞങ്ങളിങ്ങനെ ഒരു അവസ്ഥയിൽ ഇവിടെ കിടക്കാൻ വന്നതല്ലല്ലോ, ഞങ്ങൾ കർസേവ നടത്താൻ വന്നവരല്ലേ, അപ്പോൾ ഞങ്ങൾക്ക് എന്താണ് ഇനി അടുത്ത് ചെയ്യേണ്ടത് എന്നുള്ള ഒരു തീരുമാനത്തിലെത്താൻ കഴിയുന്നില്ല, അതുകൊണ്ട് ഫോൺ ചെയ്യാൻ ഒരു അവസരം ഉണ്ടാക്കണം എന്ന് അഭ്യർത്ഥിച്ചു. അപ്പോൾ അവർ ആ നമ്പർ വാങ്ങി. ഞങ്ങൾക്ക് ഈ 3 പ്രമുഖരായ കാര്യകർത്താക്കളുടെ നമ്പർ അല്ലാതെ ഉത്തർപ്രദേശിൽ തന്നെ ഉള്ള രാമ ജന്മഭൂമി മുക്തി യജ്ഞ സമിതിയുടെ പ്രധാനപ്പെട്ട 2 സംസ്ഥാനതല നേതാക്കളുടെ നമ്പർ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ 5 നമ്പറും ഞങ്ങൾ അവരുടെ പോലീസിൻ്റെ കയ്യിൽ കൊടുത്ത് ഇതിലാരെയെങ്കിലും ബന്ധപ്പെടാൻ കഴിയുമോ എന്ന് നിങ്ങൾ നോക്കാൻ പറഞ്ഞു. ഈ നമ്പർ വാങ്ങി പുറത്തു പോയ പോലീസുകാർ വൈകുന്നേരം തിരിച്ചെത്തിയിട്ട് എന്ന് പറഞ്ഞു, ഈ 5 നമ്പറുകളിലും ആളെ കിട്ടുന്നില്ല എന്നാണ് മറുപടി പറഞ്ഞത്. അതിനുശേഷം ഞങ്ങൾ പിന്നെ എന്ത് ചെയ്യാമെന്ന് ആലോചിച്ചപ്പോൾ അവർ പറഞ്ഞു, നിങ്ങളെ വേണമെങ്കിൽ ഞങ്ങൾ പുറത്തെത്തിക്കാം, നിങ്ങൾക്ക് ആരെയെങ്കിലും ബന്ധപ്പെടാൻ കഴിയുമെങ്കിൽ
അതിനുവേണ്ടി ശ്രമിക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കേരളത്തിൽ ബന്ധപ്പെടാൻ തീരുമാനിച്ചു. അന്ന് രാത്രി ഒരു 10 മണിയോടുകൂടി ഞങ്ങളുടെ മതിൽ ചാടി പുറത്ത് എത്തി. അവിടെ ഒരു പോലീസ് വാഹനം ഞങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു. ഞാനും മറ്റൊരു പ്രവർത്തകൻ ശ്രീ MB ബാലകൃഷ്ണൻ എന്ന് പറയുന്ന നെയ്യാറ്റിൻകരയുള്ള അദ്ദേഹം ഹോമിയോ ഡോക്ടറാണ്, ട്രാൻസ്പോർട്ട് ജീവനക്കാരനായിരുന്നു. അദ്ദേഹവും ഞാനും കൂടെയാണ് പുറത്തു പോകാൻ തീരുമാനിക്കപ്പെട്ടത്. ഞങ്ങൾ രണ്ടുപേരും കൂടെ മതിൽ ചാടി പുറത്തെത്തി ആ ജീപ്പിൽ കയറി. അന്നത്തെ ഒരു അവസ്ഥ, ഒരൊറ്റ പ്രൈവറ്റ് വാഹനമോ അതുമല്ല പൊതുഗതാഗതത്തിന് ആവശ്യമായ വാഹനങ്ങളോ അതെല്ലാം നിരോധിച്ചിരുന്നു. ഒരു വാഹനവും പിന്നെ UP പോലീസിൻ്റെ സുരക്ഷകൾ മറികടന്ന് അതുവഴി പോകാൻ കഴിയില്ലായിരുന്നു. വ്യോമമാർഗമോ ജലമാർഗമോ കരമാർഗമോ ഒരൊറ്റ കർഷകൻ പോലും UPയുടെ അതിർത്തിക്കുള്ളിൽ എത്താതെ നോക്കാൻ നിതാന്ത ജാഗ്രതയോടുകൂടി മുലായം സിംഗിൻ്റെ പോലീസ് നോക്കിയിരുന്നു. അതുകൊണ്ട് മറ്റൊരു വാഹനവും അവർക്ക് സംഘടിപ്പിക്കാൻ പറ്റില്ല. ആകെ സുരക്ഷിതമായി നമ്മളെ കൊണ്ടുപോകാൻ കഴിയുന്നത് പോലീസ് വാഹനം തന്നെയാണ്. അങ്ങനെ ആ വാഹനത്തിൽ ഞങ്ങളെ അവിടുത്തെ ജില്ലാ ടെലികോം ഓഫീസിലെത്തിച്ചു. അവിടെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ, ഉന്നത ഉദ്യോഗസ്ഥൻ ഞങ്ങളെ കാത്തു നിൽക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ക്യാബിനിൽ ഞങ്ങളെ കയറ്റിയിട്ട് നിങ്ങൾ ആവശ്യമായിട്ട് ഫോൺ ചെയ്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ട് കേരളത്തിൽ വിളിച്ച് അന്നത്തെ പ്രാന്തപ്രചാരകൻ മാന്യ ഹരിയേട്ടനോട് ഞങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ചോദിക്കാം എന്ന് വിചാരിച്ച് അദ്ദേഹത്തെ വിളിച്ചു. കാര്യാലയ പ്രമുഖ ഫോണെടുത്തു. ഹരിയേട്ടൻ ഫോണിൽ വന്നു. ഹരിയേട്ടനോട് ഞങ്ങളുടെ അവസ്ഥ പറഞ്ഞു. ഞങ്ങൾ കർസേവയ്ക്ക് വേണ്ടിയാണ് പോയത്, ഇപ്പം ജയിലിലാണ്, ഞങ്ങൾക്ക് അങ്ങോട്ട് ചെല്ലണം, പക്ഷേ നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കിട്ടുന്നില്ല, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹം ഞങ്ങൾ പറയുന്നതെല്ലാം ശ്രദ്ധയോടുകൂടി കേട്ടിട്ട് പറഞ്ഞു, എനിക്കിവിടെ നിന്ന് നിങ്ങൾക്ക് ഒരു കാര്യവും തീരുമാനവും പറയാൻ കഴിയാത്ത അവസ്ഥയാണ്. അവിടുത്തെ സാഹചര്യം എങ്ങനെയാണോ ആ സാഹചര്യം അനുസരിച്ച് അവിടുത്തെ കാര്യകർത്താക്കൾ പറയുന്നതനുസരിച്ച് നിങ്ങൾ ചെയ്യൂ എന്ന് ഞങ്ങളെ ഉപദേശിച്ചു. അതിനുശേഷം ഞങ്ങൾ കേരളത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാനും ഞങ്ങൾക്ക് വലിയ ഉത്സാഹം ഉണ്ടായിരുന്നു, ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അത് അദ്ദേഹത്തിനോട് ചോദിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ നെയ്യാറ്റിൻകരയുള്ള പ്രമുഖ ബിസിനസ്സുകാരൻ VHP പ്രവർത്തകനായ ശ്രീ വീരലക്ഷണ പത്മനാഭനെ വിളിക്കുന്നു. അദ്ദേഹത്തിനോട് ചോദിച്ചിട്ടാണ് അപ്പോഴുള്ള കേരളത്തിലെ അവസ്ഥയും അതുപോലെ തിരുവനന്തപുരത്തെ അവസ്ഥയൊക്കെ ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷം ഞങ്ങളെ പോലീസ് തന്നെ തിരിച്ച് ഈ ജയിലിലേക്ക് കൊണ്ടുപോയി. ഇതുപോലെ വന്നതുപോലെ തന്നെ തിരിച്ച് മതിൽ ചാടി അതിനകത്ത് പോയി. പക്ഷേ പിറ്റേ ദിവസം രാവിലെ ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് ഞങ്ങൾ കേട്ടത്. കാരണം പോലീസുകാരോ ഒറ്റുകൊടുത്തു, കർഷകർ രാത്രി പുറത്തുപോയി എന്ന്. ഞങ്ങൾ പോയത് ബോംബ് തുടങ്ങിയ മാരക ആയുധങ്ങൾ സംഘടിപ്പിക്കാനാണ്, വലിയ ഒരു പ്രക്ഷോഭത്തിന് കോപ്പ് കൂട്ടുകയാണ്, അതിലേക്കുള്ള ആയുധ സമാഹരണത്തിനാണ് ഞങ്ങൾ പുറത്തു പോയത് എന്നാണ് പോലീസ് ധരിച്ചത്. പിറ്റേ ദിവസം രാവിലെ തന്നെ റെയ്ഡ് ഉണ്ടാകുമെന്ന് ഞങ്ങളോട് പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ പറഞ്ഞു. അങ്ങനെ എന്തെങ്കിലും ആയുധം ഉണ്ടെങ്കിൽ മാറ്റിവെക്കാൻ ഞങ്ങൾ അഭ്യർത്ഥിച്ചു. കാരണം ഞങ്ങളുടെ ഈ ജയിലിൽ ഈ വിശ്വഹിന്ദു പരിഷത്തിൻ്റെ കർസേവകർ മാത്രമല്ല, ശിവസേനയുടെ പ്രവർത്തകരായ ആൾക്കാർ കർസേവകരായി വന്നിട്ടുണ്ട്. ഇതുകൂടാതെ മഹാരാഷ്ട്രയിലും ബീഹാറിലും അതേപോലെ ആന്ധ്രാപ്രദേശിനുമൊക്കെ വന്നിട്ടുള്ള സന്യാസികൾ, അവരുടെ ശിഷ്യന്മാർ, മഠങ്ങളിലുള്ള ആൾക്കാർ, മറ്റ് സാംസ്കാരിക സംഘടനകളിലെ ആൾക്കാർ, ഇവരെല്ലാവരും കൂടെ ചേർന്നതാണ് ഈ 867 പേർ. ഏതാണ്ട് ഒരു 350 പേരിനകത്തെ VHPയുടെ നേതൃത്വത്തിൽ കർഷകരായി വന്നവരുള്ളൂ. ബാക്കിയൊക്കെ ഞാൻ ഈ പറഞ്ഞതുപോലെ മറ്റ് സംഘടനകളിലും അതുപോലെ സന്യാസിമാരുടെ ശിക്ഷഗണങ്ങളും ഒക്കെയാണ്. അപ്പം അവരുടെ മേൽ നമുക്കൊരു നിയന്ത്രണവുമില്ല. അതുകൊണ്ട് ഞങ്ങൾ പൊതുവെ എല്ലാവരോടും പറഞ്ഞു, നിങ്ങൾ എന്തെങ്കിലും ആയുധം ഉണ്ടെങ്കിൽ മാറ്റി വയ്ക്കണം, പോലീസ് റൈഡ് ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഒരു 10 മണിയോടുകൂടി പോലീസ്, വലിയ ഒരു സംഘം പോലീസ് ജയിൽ വളപ്പിനുള്ളിൽ വന്നു, പരിശോധന ആരംഭിച്ചു. ഏതാണ്ട് ഒരു 3/4 മണിക്കൂർ നീണ്ടു നിന്ന പരിശോധനയ്ക്കിടയിൽ നമ്മുടെ നെയ്യാറ്റിൻകര നിന്ന് വരുന്ന ശക്തിധരൻ എന്ന കർഷകൻ്റെ കയ്യിൽ നിന്ന് ചെറിയൊരു കത്തി കണ്ടെടുത്തു. മറ്റ് 2 പേരിൽ നിന്ന്, മറ്റ് 2 സംസ്ഥാനത്തിൽ നിന്നുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്നും ചെറിയ ആയുധങ്ങൾ കണ്ടു. ഇവരെ 3 പേരെയും അറസ്റ്റ് ചെയ്ത് അവർ പോലീസ് കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോൾ ഞങ്ങൾ തടഞ്ഞു. കാരണം ഇപ്പോഴേ ഞങ്ങൾ അറസ്റ്റിലാണ്, ജയിലിലാണ്, പിന്നെ നിങ്ങൾ എവിടെയാണ് കൊണ്ടുപോകുന്നതെന്ന് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് ഞങ്ങൾ പരാതിപ്പെട്ടു. ഓക്കെ.
അങ്ങനെ പരാതിപ്പെട്ട് നിൽക്കുന്ന സമയത്ത് തന്നെ ശിവസേനയിലെ പ്രവർത്തകരായി വന്ന കർഷകർ മുദ്രാവാക്യം വിളി, ജയ് ശ്രീറാം വിളിയോട് കൂടി കുറച്ച് ബഹളം വെച്ചു. ആ സമയത്ത് തേങ്ങ പോലെ എന്തോ ഒരു സാധനം എടുത്ത് ഇവരുടെ ജീപ്പിലേക്ക് എറിഞ്ഞു. പിന്നെ സംഭവിച്ചത് വിവരണാതീതമായ ക്രൂരമായ ലാത്തി ചാർജാണ്. കാരണം ഞങ്ങളോട് സംസാരിച്ചിരുന്ന കമ്മീഷണർ തന്നെ ലാത്തി ചാർജിനും ടിയർ ഗ്യാസ് പ്രയോഗത്തിനും ഓർഡർ കൊടുത്തു. പിന്നെ നടന്നത് നരനായാട്ടാണ്. കാരണം പോലീസുകാർ എങ്ങനെയെല്ലാം കർഷകരെ ഉപദ്രവിക്കാമോ ഉപദ്രവിച്ചു. ലാത്തി കൊണ്ടും ബൂട്ട് കൊണ്ട് ചവിട്ടി അരച്ചു എന്ന് പറയുന്നതാണ് ശരി. കേരളത്തിൽ നിന്ന് അത് പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് നിന്ന് അന്ന് 87 പേരിൽ 55 പേർക്ക് മാരകമായി പരിക്കേറ്റു. BSDBയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ ആ ഗ്രൂപ്പിലുണ്ടായിരുന്നു. അദ്ദേഹത്തിന് മാരകമായി പരിക്കേറ്റു. അതുപോലെ ഈ വിഴിഞ്ഞം കോട്ടുകാൽ ഭാഗത്തു നിന്ന് വന്ന പുത്തളം സുരേഷ് എന്ന കർഷകൻ്റെ വായിലേക്ക് ടിയർ ഗ്യാസ് ഷെല്ല് കയറുകയും അദ്ദേഹത്തിന് ശ്വാസം എടുക്കാൻ നിവൃത്തിയില്ലാതെ പിടച്ചുകൊണ്ട് താഴെ വീണു. അതുപോലെ മുക്കോലയിൽ നിന്ന് വന്ന ബിജുവിൻ്റെ കാലൊടിഞ്ഞു. ഇങ്ങനെ വിവരണാതീതമായ നിലയിലാണ് ക്രൂരമായ ലാത്തി ചാർജാണ് നടന്നത്. ഏതാണ്ടൊരു 3/4 മണിക്കൂർ അത് നീണ്ടു നിന്നു. അതിനുശേഷം വന്ന് നോക്കിയപ്പോൾ തലങ്ങനെയും വിലങ്ങനെയും അടികൊണ്ട് അങ്ങേയറ്റം അവശരായി കിടക്കുന്ന കർഷകരെയാണ് കാണുന്നത്. ഞങ്ങൾ കേരളത്തിലുള്ളവർ മാത്രമല്ല, ഈ 867 പേരിൽ ഏതാണ്ട് ഭൂരിപക്ഷം പേരും 80% പേരും അടികൊണ്ട്. ഈ 20% ആളുകൾക്കാണ് അടികൊള്ളാതെ രക്ഷപ്പെട്ടത്. ബാക്കി എല്ലാവരെയും മാരകമായി ആണ് അടിച്ചത്. അത് മനുഷ്യത്വരഹിതമായ പ്രവർത്തനമായിരുന്നു. കാരണം ജയിലിനുള്ളിലാണ്, പുറത്തൊരു പ്രകടനമോ ഒന്നുമല്ല. ഒരിക്കലും ഒരു പോലീസ് ഫോഴ്സിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമല്ല അന്ന് നടന്നത്. എത്രത്തോളം കർഷകരെ ശത്രുക്കളായി കണ്ട് അങ്ങേയറ്റം ശത്രുതയോടുകൂടി പെരുമാറുന്നത് പോലെയാണ് അന്ന് പോലീസ് ഞങ്ങളോട് നേരിട്ടത്. പക്ഷേ വർഷങ്ങൾക്കിപ്പുറം ആ പോരാട്ടം വിജയം കണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും അതിൽ അഭിമാനിക്കാം. തീർച്ചയായിട്ടും അഭിമാനിക്കാം. അത് എനിക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയാനുണ്ട്. യെസ്. അഡ്വക്കേറ്റ് സുരേഷ്, രാമൻ ഭാരതീയരുടെ അന്തരാത്മാവിൽ കുടികൊള്ളുന്ന വികാരമാണ്. ഈ വികാരമാണ് ഭാരതത്തെ ഒരുമിപ്പിക്കുന്നത്. വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനും ത്യാഗത്തിനും ഒടുവിൽ രാമൻ അയോധ്യയിൽ തിരികെ എത്തിയ മനോഹര നിമിഷം. രാംലല്ലയ്ക്ക് ഭവ്യമന്ദിരമായി ഭാരതത്തിൻ്റെ ഭരണഘടനയിൽ വിരാജിക്കുന്ന രാമന് നീതി ലഭിച്ചു. രാമന് നിയമം വഴിയും നീതി കരഗതമായി. പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ നവഭാരതത്തിൻ്റെ ഉദയത്തിനല്ലേ രാമക്ഷേത്രം സാക്ഷിയാവുന്നത്? അനിൽ നമ്പ്യാർ ഇതിനു മുമ്പ് ശ്രീ ടി ജയചന്ദ്രൻ അവർകൾ ഇവിടെ സൂചിപ്പിച്ചതിൽ 1990 മുതൽ ശ്രീരാമക്ഷേത്രത്തിൻ്റെ ഈ ഒരു മനോഹരമായിട്ടുള്ള അഭിമാനകരമായിട്ടുള്ള ഈ ഒരു ദർശനം സാധ്യമാക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളുടെ ഒരു ചെറിയ വിവരണമാണ് അദ്ദേഹം നടത്തിയത്. യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസം രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ സഹസർക്കാര്യവാഹ് ഡോക്ടർ കൃഷ്ണഗോപാൽ അദ്ദേഹം പറഞ്ഞു, ഇത് ഈ നൂറ്റാണ്ടിലെ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ജനകീയ മുന്നേറ്റമായിരുന്നു ഈ അയോധ്യ മുന്നേറ്റം എന്ന് പറയുകയുണ്ടായി. അത് ഏറ്റവും വലിപ്പം എന്ന് പറയുമ്പോൾ ഏകദേശം 1/2 സഹസ്രാബ്ദം നീണ്ട ഒരു പോരാട്ടം. ആ പോരാട്ടം അത് നിരന്തരമായി അനസ്യൂതമായിട്ട് നടന്നിട്ടുള്ളൊരു പോരാട്ടം. അതോടൊപ്പം തന്നെ കോടാനുകോടി ജനങ്ങൾ പങ്കാളിയായിട്ടുള്ളൊരു പോരാട്ടം. അതും നൂറ്റാണ്ടുകൾ നീണ്ട കോടാനുകോടി ആൾക്കാർ പങ്കാളിയായ പോരാട്ടം. ഇതിനുവേണ്ടി ലക്ഷക്കണക്കിന് ആൾക്കാർ ജീവിതം സമർപ്പിച്ച പോരാട്ടം. ഈ പോരാട്ടമൊക്കെ നടക്കുന്നത് ലോകത്ത് ഇത്രയും നീണ്ട, ഇത്രയും ആൾക്കാരുടെ സാക്രിഫൈസ് ഉണ്ടായ, അതോടൊപ്പം തന്നെ ഇത്രയും വലിയ ജനപിന്തുണ ആർജിച്ച മറ്റൊരു പോരാട്ടം ലോകത്ത് എവിടെയെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് സംശയമാണ്. ഇന്ന് പ്രധാനമന്ത്രി പറഞ്ഞ വാക്കുകൾ വളരെ പ്രസക്തമാണ്. 2024 ജനുവരി 22 കലണ്ടറിൽ കുറിക്കപ്പെടുക കേവലം ഒരു ദിവസം എന്ന നിലയിലായിരിക്കില്ല. അത് ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ, ഇന്ത്യയുടെ ആധ്യാത്മിക ചരിത്രത്തിൽ, ലോകത്തിൻ്റെ സാംസ്കാരിക മുന്നേറ്റത്തിൻ്റെ ചരിത്രത്തിൽ സുവർണാലേഖിതം ചെയ്യപ്പെടുന്ന പുണ്യദിനമായിട്ട്
2024 ജനുവരി 22 ലോക കലണ്ടറിൽ കുറിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇത് അതിനുശേഷം പ്രധാനമന്ത്രി പറഞ്ഞത് നൂറ്റാണ്ടുകൾ നീണ്ട ത്യാഗം, അതോടൊപ്പം തന്നെ നൂറ്റാണ്ടുകളുടെ ക്ഷമ, അതിൻ്റെയൊക്കെ ഒരു പൂർത്തീകരണമാണ് ഈ ക്ഷേത്രം യാഥാർത്ഥ്യമാകുന്നതിലൂടെ, ഈ പ്രാണപ്രതിഷ്ഠയിലൂടെ നടന്നിരിക്കുന്നത് എന്ന് പ്രധാനമന്ത്രി പറയുന്നു. അവിടെ തന്നെ പങ്കെടുത്ത രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ സർസംഘചാലക് മാന്യ ഡോക്ടർ മോഹൻജി ഭഗവത്, അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്കും വളരെ പ്രസക്തമായിട്ടുള്ള വാക്കാണ്. ഭാരതത്തിൻ്റെ നവോത്ഥാനത്തിൻ്റെ ചരിത്രപരമായിട്ടുള്ള ആരംഭമാണ് ഇന്ന് കുറിച്ചിരിക്കുന്നത് എന്നാണ് സർസംഘചാലക് കുറിച്ചിട്ടിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന മറ്റൊരു വാക്ക് അതിനേക്കാൾ പ്രസക്തമാണ്. അയോധ്യ എന്ന് പറഞ്ഞാൽ യുദ്ധമില്ലാത്തത് എന്നാണ് എന്ന് സർസംഘചാലക് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കാരണം നരേന്ദ്രമോദി സർക്കാർ വരുന്നതിന് മുമ്പ് അയോധ്യ എന്ന് പറയുന്നത് യുദ്ധമാണെന്നും അവിടെ വർഗീയതയാണെന്നും അതിൻ്റെ പേരിൽ വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാക്കുക, അതിൻ്റെ പേരിൽ മുതലെടുപ്പ് നടത്തുക, അതിൻ്റെ പേരിൽ കോടതി വ്യവഹാരങ്ങൾ പോലും പരസ്പരം സമൂഹങ്ങളെ തെറ്റിപ്പിക്കാനും അകറ്റിപ്പിക്കാനും വേണ്ടി ഉള്ള സാഹചര്യങ്ങളാക്കി മാറ്റുക എന്ന നിലയിൽ രാഷ്ട്രീയ ദുഷ്ടലാക്കോടുകൂടിയാണ് അയോധ്യ വിഷയത്തെ മറ്റെല്ലാവരും കണ്ടിരുന്നതെങ്കിൽ ഇന്ന് അയോധ്യ എന്ന് പറയുന്നത് യുദ്ധമില്ലാത്തത് ആയി മാറിക്കഴിഞ്ഞിരിക്കുന്നു. എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഇൻക്ലൂസീവായിട്ടുള്ള ഒരു സാമൂഹ്യ ആവിഷ്കാരമായി, സാംസ്കാരിക ആവിഷ്കാരമായി അയോധ്യയെ കണ്ടു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് സർസംഘചാലകിൻ്റെ പ്രഖ്യാപനത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. ഇവിടെ കാണേണ്ടത് ശ്രീ അനിൽ നമ്പ്യാർ ശരിയായ വണ്ണം ചോദിച്ചതുപോലെ ഇത് രാജ്യത്തിൻ്റെ ഐക്യത്തിൻ്റെ ഒരു പുതിയ സരണിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ആ സരണി എങ്ങനെയുള്ളതാണ് എന്ന് ചോദിച്ചാൽ അത് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി കഴിഞ്ഞ 11 ദിവസമായിട്ട് വ്രതമെടുത്ത് ഭക്ഷണം പോലും കഴിക്കാതെ സമ്പൂർണ്ണമായിട്ടും വ്രതനിഷ്ഠനായിക്കൊണ്ട് നടത്തിയ ക്ഷേത്രങ്ങളിലേക്കുള്ള യാത്രകൾ തന്നെ അതിൻ്റെ ഒരു പ്രത്യേക തലത്തിലുള്ള അനുഭൂതിയാണ് ഈ ഭാരതത്തിനും ലോകത്തിനും നൽകിയിരിക്കുന്നത്. നമുക്കറിയാമല്ലോ, കേരളത്തിൽ തൃപ്രയാർ ക്ഷേത്രവും അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിൽ രാമേശ്വരം ക്ഷേത്രവും മുതൽ ആന്ധ്രാപ്രദേശിലെ ലോപാക്ഷി ക്ഷേത്രം, നമ്മുടെ ജഡായുവിൻ്റെ ക്ഷേത്രം എന്ന നിലയിൽ അറിയപ്പെടുന്ന ലോപാക്ഷി ക്ഷേത്രത്തിലും ഒക്കെ നരേന്ദ്രമോദിജി പോകുന്നു. അതോടൊപ്പം തന്നെ അങ്ങ് ഗുഹാവതിയിലെ കാമാഖ്യ മുതൽ ഇങ്ങ് രാമേശ്വരം വരെയുള്ള ശ്രീരാമനുമായി ബന്ധപ്പെട്ട എല്ലാ ക്ഷേത്രങ്ങളെയും ഒരുമിപ്പിക്കുന്ന ആയിരക്കണക്കിന് ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആചാരവും അതുമായി ബന്ധപ്പെട്ട ആ ആധ്യാത്മിക ശൃംഖലയുടെ ആ ഒരു വിദ്യുത് തരംഗമുണ്ടല്ലോ, അത് ഈ തരംഗം ഈ രാജ്യത്ത് മുഴുവൻ ഇന്ന് ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്രകമ്പനം കൊള്ളുകയാണ്. ഈ കേരളത്തിൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ടത് 10,000-ൽ പരം വരുന്ന ക്ഷേത്രങ്ങളിലാണ് ഇന്ന് ചെറുതും വലുതുമായിട്ടുള്ള പൂജകൾ നടന്നത്, പ്രാർത്ഥനകൾ നടന്നത്, നാമജപങ്ങൾ നടന്നത്. അതോടൊപ്പം തന്നെ ഭക്ഷണം രാവിലെ മുതൽ അവിടെ വന്നിട്ട് ഉച്ചയ്ക്ക് അവിടെ തന്നെ ഭക്ഷണം കഴിച്ച് ഈ പ്രസംഗം മുഴുവൻ കേട്ട് ഈ ആചാരങ്ങളിലെല്ലാം പങ്കെടുത്ത് പുഷ്പാർച്ചന നടത്തി അങ്ങനെ പോകുന്ന ജനങ്ങൾ ഈ കേരളത്തിൽ പോലും 10,000-ൽ പരം ക്ഷേത്രങ്ങളിലുണ്ട്. ഇത് സമാനതകളില്ലാത്ത ഒരു മുന്നേറ്റമാണ്. എനിക്ക് തോന്നുന്നു 1947-ൽ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ പോലും രാജ്യത്തിന് ഇത്രത്തോളം സന്തോഷത്തോടുകൂടി സാധിച്ചിരുന്നോ എന്ന് സംശയമുണ്ട്. കാരണം അതിൻ്റെ തലേനാൾ ഇന്ത്യയെ പാകിസ്ഥാനായിട്ട് വെട്ടിവിഭജിക്കുകയും അതിൻ്റെ പേരിൽ നടന്നിട്ടുള്ള കലാപങ്ങളും കൊണ്ട് കലുഷിതമായിരുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ത്യക്കാർക്ക് എല്ലാവർക്കും അത് അങ്ങേയറ്റം സന്തോഷത്തോടുകൂടി അത് ആഘോഷിച്ച് അതിൽ തിമിർത്ത് അതിൽ ഇങ്ങനെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമായിരുന്നില്ല. പക്ഷേ ഇന്ന് മതാതീതമായി, ജാതിക്കതീതമായി, ഭൂമിശാസ്ത്രങ്ങൾക്കൊക്കെ അപ്പുറത്ത്, എല്ലാത്തിനും അപ്പുറത്ത് സകലർക്കും ആചരിക്കാനും ആഘോഷിക്കാനും ആസ്വദിക്കാനും അഭിമാനിക്കാനും പറ്റുന്ന ഒരു മുഹൂർത്തമായിട്ട് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉയർന്നു വന്ന ദിവസമായിട്ട് ഇന്നത്തെ ദിവസം മാറിയിരിക്കുന്നു. ഈ കേരളത്തിൽ ഒരു BJPയുടെ പ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് ഈ സമയത്ത് പറയാനുള്ള ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയമെന്ന് പറയുന്നത് കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹമോ കേരളത്തിലെ മുസ്ലിം സമൂഹമോ അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തെ സംബന്ധിച്ചോ അല്ലെങ്കിൽ അവിടുത്തെ പ്രാണപ്രതിഷ്ഠയെ സംബന്ധിച്ചോ അപകടകരമായിട്ടുള്ള ഹിന്ദു സമൂഹത്തെ അപകീർത്തിപ്പെടുത്തുന്ന, ഹിന്ദു സമൂഹത്തെ അവഹേളിക്കുന്ന
ഒരു നിലപാടും എടുത്തിട്ടില്ല എന്നുള്ളത് അങ്ങേയറ്റത്തെ ശ്ലാഘനീയമായിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. അതേ സമയത്ത് ഇവിടുത്തെ കോൺഗ്രസ് പാർട്ടിയും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഏതോ ഒരു സമസ്തയുടെ ഏതോ ഒരു പേപ്പറിൽ ഏതോ ഒരു വർഗീയവാദി എന്തോ എഴുതി വച്ചു എന്നതിൻ്റെ പേരിൽ ഇന്ന് ഇവിടുത്തെ കോൺഗ്രസ്സുകാർ അയോധ്യയെയും അവിടുത്തെ ആചാരപ്രകാരം നടന്നിട്ടുള്ള ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകളെയും അപമാനിക്കുന്നു, അവഹേളിക്കുന്നു. ഈ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയും ആ രീതിയിൽ അതിനെ അപമാനിക്കുന്നു, അവഹേളിക്കുന്നു. ഇവിടുത്തെ മുസ്ലിം സമൂഹത്തെക്കാൾ ഇവിടുത്തെ ക്രിസ്ത്യൻ സമൂഹത്തെക്കാൾ ഏറ്റവും കൂടുതൽ വർഗീയ വിദ്വേഷവും ഹിന്ദുവിനെ അപമാനിക്കാനും അവഹേളിക്കാനും ഹിന്ദുവിൻ്റെ സന്തോഷത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും മുഹൂർത്തങ്ങൾ ഹിന്ദുവിനുണ്ടാകാൻ പാടില്ല എന്നും ആഗ്രഹിക്കുന്ന നീച വംശമായിട്ട് കേരളത്തിലെ മതേതര കോലങ്ങളെന്ന് കൊട്ടിഘോഷിച്ച് നടക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസ്സുകാരനും നശിച്ച് നാമാവിശേഷമായി മാറുന്നതിൻ്റെ ഏറ്റവും ദുരന്തപൂർണമായിട്ടുള്ള ചിത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കേരളത്തിലെ പ്രബുദ്ധ സമൂഹം ചിന്തിക്കേണ്ടതാണ്. ഇവിടെ ചില മാധ്യമങ്ങൾ, കേരളത്തിലെ രാഷ്ട്രീയക്കാർ മാത്രമല്ല, ഞാൻ മനസ്സിലാക്കുന്നത് ജനത്തിൻ്റെയൊക്കെ റിപ്പോർട്ടർമാർ അഭിമാനത്തോടെ അയോധ്യയിൽ ചെന്ന് നിന്ന് അവിടുത്തെ പ്രാണപ്രതിഷ്ഠയെ സംബന്ധിച്ച് ജയ് ശ്രീറാം മുഴക്കിക്കൊണ്ട് ലോകത്തിൻ്റെ മുമ്പിൽ അറിയിക്കുന്ന സമയത്ത് ഇവിടെ കേരളത്തിൽ നിന്ന് ഈ കമ്മ്യൂണിസ്റ്റുകാരൻ്റെയും കോൺഗ്രസ്സുകാരൻ്റെയും പോപ്പുലർ ഫ്രണ്ടുകാരൻ്റെയും ആക്രോശം കണ്ട് ഭയന്ന് ചില മാധ്യമങ്ങൾ അവരുടെ റിപ്പോർട്ടർമാരെ ലൈവ് ടെലികാസ്റ്റിന് വേണ്ടി അയോധ്യയിലേക്ക് വിട്ടിട്ടില്ല എന്നുള്ള സാഹചര്യം കൂടി ഉണ്ട് എന്ന് ഒരു മാധ്യമത്തിലിരുന്ന് പറയുമ്പോൾ എനിക്ക് ലജ്ജ തോന്നുകയാണ്. ഈ കേരളത്തിലെ മാധ്യമങ്ങളുടെ ഇത്തരത്തിലുള്ള വർഗീയ അജണ്ടയും അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും വർഗീയ അജണ്ടയും എത്രത്തോളം അപകടകരമായിട്ടാണ് കേരളത്തെ ബാധിച്ചിരിക്കുന്നത് എന്നതിൻ്റെ ഉദാഹരണമാണ്. അതേ സമയത്ത് പ്രതീക്ഷ നൽകുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, 10,000-ൽ പരം വരുന്ന ക്ഷേത്രങ്ങളിൽ നടന്ന ആ ഭക്തി നിർഭരമായിട്ടുള്ള ആ പ്രാണപ്രതിഷ്ഠയെ സ്വീകരിക്കുന്ന അഭിമാനത്തോടു കൂടിയുള്ള നിമിഷങ്ങൾ. അതോടൊപ്പം തന്നെ കേരളത്തിലെ സമുദായ നേതാക്കന്മാർ, NSSനെ പോലെയുള്ള NSSൻ്റെ ബഹുമാന്യനായിട്ടുള്ള ജനറൽ സെക്രട്ടറി ശ്രീ ജി സുകുമാരൻ നായർ, അദ്ദേഹം ഇന്ന് ആ ആചാരങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് ഇന്ന് വൈകുന്നേരങ്ങളിൽ എല്ലാ വീടുകളിലും ദീപാവലി ആഘോഷിക്കാൻ NSS ആഹ്വാനം ചെയ്യുന്നു. അതുപോലെ തന്നെ SNDPയുടെ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അതേ ആവേശത്തോടു കൂടി തന്നെ അദ്ദേഹവും ഇന്ന് പരിപാടിയിൽ പങ്കെടുക്കുന്നു. എല്ലാ ഭവനങ്ങളിലും ദീപാവലിക്ക് സമാനമായി ആഘോഷിക്കാൻ അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നു. വിശ്വകർമ്മസഭ, ധീവരസഭ, അതോടൊപ്പം തന്നെ പുലയ സമൂഹം, പട്ടികജാതി സമൂഹം, തണ്ടാർ സമൂഹം, അങ്ങനെ എല്ലാ വിഭാഗങ്ങളും, ഹിന്ദു സമൂഹത്തിലെ സകലമാന വിഭാഗങ്ങളും സാമുദായിക സംഘടനകളും സമുദായങ്ങളും എല്ലാവരും ഒറ്റ മനസ്സോടുകൂടി ഒരേ വികാരത്തോടുകൂടി ഒരേ അഭിമാനത്തോടുകൂടി കേരളത്തിൽ മുന്നോട്ട് വന്നിരിക്കുന്നു എന്നുള്ള ഏറ്റവും അഭിമാനകരവും അതോടൊപ്പം തന്നെ സന്തോഷകരവുമായിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് ഇന്ന്. ഇവിടുത്തെ ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും നീചമായ വർഗീയ രാഷ്ട്രീയവും ഹിന്ദുവിന് അഭിമാനിക്കാനായിട്ടൊന്നും ഉണ്ടാകരുത്, ഹിന്ദുവിന് സന്തോഷിക്കാനായിട്ടൊന്നും ഉണ്ടാകരുത്, ഹിന്ദുവിന് എടുത്തു പറയാവുന്നതായിട്ടൊന്നും ഉണ്ടാകാൻ പാടില്ല എന്ന നീച മനസ്സിനുടമകളായിട്ടുള്ള കേരളത്തിലെ VD സതീശൻ നേതൃത്വം നൽകുന്ന കോൺഗ്രസും പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ദുഷിച്ച മനസ്സുകൾക്കുള്ള മറുപടിയാണ് കേരളം ഇന്ന് നൽകിയിരിക്കുന്നത് എന്ന് ഈ സമയത്ത് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. യെസ്, വിദ്യാസാഗർ ഗുരുമൂർത്തി, ഒരുപക്ഷെ മതവിദ്വേഷത്തിൻ്റെ മതനിന്ദയുടെ ഏറ്റവും കുരുക്കൾ പൊട്ടിയ ഒരു ദിവസം കൂടിയായിരിക്കും ഇത്. ഇവിടെ അഡ്വക്കേറ്റ് സുരേഷ് ചൂണ്ടിക്കാണിച്ചതുപോലെ കേരളത്തിൽ മാത്രമേ ഇങ്ങനെ ഒരു പ്രതിഭാസം ഉള്ളൂ കേട്ടോ. ഇപ്പോൾ കേസിന് പോയ അൻസാരിയുടെ മകന് പോലും കുഴപ്പമില്ല, അദ്ദേഹം ആ പ്രാണപ്രതിഷ്ഠ ചടങ്ങിന് സാക്ഷിയായി. പക്ഷേ ഇവിടെയുള്ള ഈ സോക്കോൾഡ് നമ്മുടെ സാംസ്കാരിക നായകന്മാരുണ്ടല്ലോ, നമ്മുടെ ടി പത്മനാഭൻ പറഞ്ഞിരിക്കുന്നത് ശ്രീരാമൻ്റെ പേര് വിൽപ്പന ചരക്കായി എന്നാണ്. അതെ അതെ, ഈ ഇപ്പൊ ഞാൻ പറയുന്ന നമ്മുടെ ടി പത്മനാഭൻ നല്ല ഒന്നാന്തരം ഒരു കഥാകൃത്താണ്, അതിൽ യാതൊരു സംശയവുമില്ല. ഞാനൊക്കെ കോളേജിൽ പഠിക്കുമ്പോൾ ഷേഖൂട്ടി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു ചെറുകഥ വായിച്ച് അങ്ങേയറ്റം അദ്ദേഹത്തെ ആദരിച്ചിരുന്ന ആളാണ്. പക്ഷേ ഈ സാഹിത്യകാരന്മാരുടെയും സാംസ്കാരിക നായകന്മാരുടെയും നാവ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വാടകയ്ക്കെടുത്തിരിക്കുകയാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ലല്ലോ. ഇതെല്ലാം പറയിപ്പിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. എന്നുവെച്ചാൽ ഈ CPIM-നെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ ഇടതുപക്ഷ ബുദ്ധിജീവികളെ സംബന്ധിച്ച് ഏറ്റവും അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു ദിനമായിരുന്നു എന്ന് നമ്മൾ പണ്ട് പറയില്ലേ, നമ്മുടെ ഈ കാന്താരി കണ്ണിൽ പൊട്ടിച്ച അവസ്ഥയാണ്
ഇന്നിപ്പോ പ്രാണപ്രതിഷ്ഠ നടത്തിയപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടായിരിക്കും. കാരണം അവർ കാലങ്ങളായി നെയ്തെടുത്തിരുന്ന ഒരു നാരറ്റീവിനെ ഒരൊറ്റ ദിവസം കൊണ്ട് നരേന്ദ്രമോദി അടിച്ച് തകർത്തിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരു വലിയ സൈദ്ധാന്തിക നഷ്ടത്തിന്റെ കയത്തിൽ വീണ് കിടക്കുന്ന CPM-ന് ഒരു ആശ്വാസം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പത്മനാഭൻ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് നിസ്സാരമായിട്ട് എടുക്കാം. കാരണം അവരൊക്കെ അടുത്ത വർഷം തീർച്ചയായിട്ടും തിരിച്ച് BJP-യുടെ അല്ലെങ്കിൽ RSS-ന്റെ സ്തുതി പാടേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്കാണ് വരുന്നത്. കാരണം ഈ രാജ്യത്ത് CPM എന്ന പാർട്ടി ജനജീവിതത്തെ അത്ര ദുസ്സഹമാവും വണ്ണം അങ്ങേയറ്റം ബാധിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലാണുള്ളത്. അധികകാലമൊന്നും സാംസ്കാരിക നായകന്മാർക്ക് ഇങ്ങനെ തുടരാൻ പറ്റില്ല. അവരുടെ അത്തരത്തിലുള്ള അവരുടെ ഈ പാർട്ടിയോട് പറ്റി നിന്നിട്ട് ഔദാര്യം വാങ്ങുന്ന ആ ജീവിത രീതി മാറ്റാൻ അവർ നിർബന്ധിതരാകുക തന്നെ ചെയ്യും. ഇനി മറ്റൊന്ന്, നമ്മൾ ഇന്നത്തെ ദിവസം ഏറ്റവും അധികം ആദരിക്കേണ്ടതും ഓർക്കേണ്ടതും ശ്രീ അശോക് സിംഗാൾജിയാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം ഈ രാമജന്മഭൂമി പ്രക്ഷോഭത്തിന്റെ ഇത്രയധികം സൈദ്ധാന്തികമായ ഒരു അടിത്തറയും ഇത്രയധികം മുന്നിൽ നിന്നുകൊണ്ട് വിശ്വഹിന്ദു പരിഷത്തിനെ നയിക്കുകയും ഇതിന്റെ ഓരോ ചെറു മീറ്റിങ്ങുകളിൽ പോലും രാംലല്ലയ്ക്ക് വേണ്ടി വാദിക്കുകയും പ്രസംഗിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തൊരു മഹാത്മാവായിരുന്നു ശ്രീമാൻ അശോക് സിംഗൾജി. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ഓർമ്മ ഇന്ന് തീർച്ചയായിട്ടും പഴയ കർഷകർക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും. ഇന്നിവിടെ ജയചന്ദ്രൻജി വന്നിട്ടുണ്ട്, അദ്ദേഹം പറഞ്ഞല്ലോ. കോഴിക്കോട് നിന്നും കണ്ണൂരിൽ നിന്നും എല്ലാ മുക്കിലും മൂലയിൽ നിന്നും ഇതുപോലെ സ്വയം സേവകർ അയോധ്യയിലേക്ക് പോയിട്ടുണ്ട്. അവരിൽ പലരും ക്രൂരമായ ലാത്തി ചാർജ്, എന്നോട് കോഴിക്കോടുള്ള കല്ലായിലുള്ള ഒരു സ്വയം സേവകൻ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. കുറെ മുമ്പ് ഒരു നമ്മുടെ ഒരു വാർഷിക ബൈഠക്കിന്റെ സമയത്ത് ഗുരുദക്ഷിണയുടെ ദിവസം, എനിക്ക് തോന്നുന്നു ബൈഠക്കിനല്ല ഗുരുദക്ഷിണയുടെ ദിവസം അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അദ്ദേഹം അടക്കമുള്ള ആളുകൾ ഇങ്ങനെ ട്രെയിനിൽ കയറി ഇവിടുന്ന് പോകുമ്പോൾ സർക്കാർ മനഃപൂർവ്വം ട്രെയിനുകൾ വഴിമാറ്റി വിടുകയായിരുന്നതാണ് അയോധ്യയിൽ എത്തിപ്പെടാതിരിക്കാൻ, ഓൺ ടൈം എത്തിപ്പെടാതിരിക്കാൻ വേണ്ടി. അങ്ങനെ ചില സ്റ്റേഷനുകൾ എത്തിക്കഴിഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ക്രൂരമായി ലാത്തിച്ചാർജ് ചെയ്യുകയായിരുന്നു ഇവര്. അതിലൊരു സ്വയം സേവകന്റെ, കോഴിക്കോട് തന്നെയുള്ള ഒരു സ്വയം സേവകന്റെ കാലിലെ തുടയിലെ മാംസം അസ്ഥിയിൽ നിന്ന് വേർപെട്ടു പോകും വിധമുള്ള ലാത്തി ചാർജാണ് ചെയ്തിരുന്നത്. ഞാൻ ഈ പറയുന്നത് അങ്ങനെ പരശതം സ്വയം സേവകർ അനുഭവിച്ച പീഡനങ്ങളുടെ ഒക്കെ മധുര ഫലമാണ് ഇന്ന് നമ്മൾ ഭക്ഷിക്കുന്നത്, ആസ്വദിക്കുന്നത്. അപ്പൊ അവരെ ഓർക്കാതെ നമുക്കൊരിക്കലും ഇത്തരത്തിലൊരു ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഇവിടെ ശ്രീരാമചന്ദ്രൻ ഗുരുമൂർത്തി, കൊത്താരി സഹോദരന്മാർ, അതുപോലെ KK നായർ, മലയാളികൾക്ക് അവരെ കൂടി സ്മരിക്കുന്നു. തീർച്ചയായും അതാണ് രാം കൊത്താരിയും അതുപോലെ തന്നെ ശരത് കൊത്താരിയെ പറ്റി പറയാനാണ് വന്നത്. അവർ രണ്ടുപേരും 20-22 വയസ്സ് പ്രായമുള്ള ചെറിയ പയ്യന്മാരാണ്. നമ്മുടെ നാട്ടിലൊക്കെ എന്തെങ്കിലുമൊക്കെ ബൈക്ക് എടുത്ത് ചെത്തി നടക്കുകയോ അല്ലെങ്കിൽ സ്ത്രീകളോട് അപമര്യാദ പെരുമാറൊക്കെ ചെയ്ത് ജീവിതം കളയുന്ന വ്യർത്ഥമായി ജീവിതം കളയുന്ന പ്രായം, ആ ചെറു പ്രായത്തിൽ രാഷ്ട്രത്തിന് മൊത്തമുള്ളൊരു സങ്കല്പം അവർക്ക് ഉണ്ടാവുകയും ആ ചെറിയ ഹ്രസ്വമായ, നമ്മൾ പറയുമല്ലോ നിമിഷ നേരം ജ്വലിച്ചു തീരുന്ന ഒരു ഇടിമിന്നൽ പോലെയായിരുന്നു ഈ കൊത്താരി സഹോദരന്മാര്. അവരോട് കൊടി നാട്ടുകയും അവർ ബ്ലഡ് ഷെഡ്, വലിയ തോതിലുള്ള രക്തച്ചൊരിച്ചിലുണ്ടായിട്ടുള്ള എനിക്ക് തോന്നുന്നു ഒക്ടോബർ 30-ാം തീയതി 1990 ആ മുന്നേറ്റം അവർ നയിച്ചു കൊണ്ടുപോയത്. ആ സമയത്ത് അവർ കൊല്ലപ്പെട്ടതും അല്ലെങ്കിൽ അവരുടെ ജീവിതം ഈ രാഷ്ട്രത്തിന് വേണ്ടി കൊടുത്തതും വ്യർത്ഥമായില്ല എന്ന് ഉറപ്പുവരുത്തിയ ഒരു പ്രസ്ഥാനമാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന അഭിമാനപൂർവ്വം ഞാൻ ഓർക്കുകയാണ്. കാരണം നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ തന്നെ പല വ്യാജ സമരങ്ങളും, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ സ്വകാര്യവൽക്കരണത്തിനെതിരെ, സ്വാശ്രയ കോളേജുകൾക്കെതിരെയൊക്കെ സമരം നടത്തിയ DYFIയുടെയും മറ്റും പ്രവർത്തകർക്ക് പലർക്കും വലിയ കേസുകൾ വന്നിരുന്നു. ആ സമയത്തുണ്ടായ ലാത്തിച്ചാർജിലും മറ്റും പ്രയോഗത്തിലും. പക്ഷെ ആ പാർട്ടി തന്നെ പിന്നീട് സ്വാശ്രയ കോളേജുകൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും കോഴപ്പണം വാങ്ങുകയും, അതുപോലെ തന്നെ എനിക്ക് ഓർമ്മയുണ്ട് ADB, ഏഷ്യ ഡെവലപ്മെന്റ് ബാങ്കിനെതിരെ CPM-ന്റെ ചെറുപ്പക്കാരുടെ സംഘടന സമരം നടത്തുകയും അവരിൽ പലർക്കും ക്രൂരമായ മർദ്ദനമേൽക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതേ ADB-യുടെ പിണിയാളുകളായിട്ട് പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ മാറുകയും പിന്നീട് CPM-ന്റെ നയം തിരുത്തപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവർ ചിന്തിക്കേണ്ടത്, ഇപ്പോൾ ഇടതുപക്ഷത്ത് നിൽക്കുന്ന ചെറുപ്പക്കാരൊക്കെ ചിന്തിക്കേണ്ടത്, ഈ കൊത്താരി സഹോദരന്മാരെ വേണമെങ്കിൽ മനഃപൂർവ്വം സംഘത്തിന് മറക്കാം, പക്ഷെ അങ്ങനെയല്ല. ഒരു ജീവൻ പോലും ഈ സംസ്കാരത്തിന് വേണ്ടി, ഈ സനാതന ധർമ്മത്തിന് വേണ്ടി, ഈ രാഷ്ട്രത്തിന് വേണ്ടി
പൊലിഞ്ഞിട്ടുള്ള ഒരു ജീവൻ പോലും വെറുതെയാവുകയില്ല. അവർക്കെല്ലാം അവരെന്ത് ലക്ഷ്യത്തിന് വേണ്ടി പോരടിച്ചുവോ ആ ലക്ഷ്യത്തിൽ നിന്നും, സിദ്ധാന്തത്തിൽ നിന്നും, പ്രത്യയശാസ്ത്രത്തിൽ നിന്നും ഒരു അണുവിട പോലും പിന്നോട്ട് പോവാതെ അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കുവാനുള്ള ഒരു പ്രയാണം സംഘം നടത്തുന്നു എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് അയോധ്യ. കാരണം ഇന്ന് നമുക്കറിയാം, പലരും പല പ്രമുഖ വ്യക്തികൾ, ഭാരതത്തിൽ ഒരുപാട് ആദരിക്കപ്പെടുന്ന നമ്മുടെ രജനീകാന്ത് അടക്കമുള്ള ആളുകൾ അവിടെ പോവുകയും, പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീജിത്ത് പണിക്കർ അവിടെ അയോധ്യയിൽ പോയിട്ട് അദ്ദേഹം പോസ്റ്ററുകളൊക്കെ ഇട്ടിരുന്നു, വീഡിയോ ഇട്ടിരുന്നു, ഒക്കെ ഞാൻ കണ്ടു. അങ്ങനെ എത്രയോ നമ്മുടെ കേരളം ശ്രദ്ധിക്കുന്ന ചെറുപ്പക്കാരടക്കമുള്ള എത്രയോ പേർ അവിടെ ഇന്ന് പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകളുടെ സാന്നിധ്യത്തിൽ ഈ മഹനീയമായ ഒരുപക്ഷെ നൂറ്റാണ്ടുകളുടെ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് രാംലല്ല മിഴി തുറന്നു എന്ന് പറയുമ്പോൾ അത് പൂർവികരുടെ ത്യാഗത്തിന്റെ, ഇപ്പൊ ജയചന്ദ്രൻജി അടക്കമുള്ള അനേകായിരം സ്വയം സേവകരുടെ അല്ലെങ്കിൽ രാഷ്ട്രഭക്തന്മാരുടെ, സനാതന ധർമ്മികളുടെ പോരാട്ടത്തിന്റെ ഫലമാണ്. ഇപ്പൊ കോത്താരി സഹോദരന്മാർ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു ഭഗത് സിംഗിനേക്കാൾ ഒട്ടും താഴെയല്ല. കാരണം ഒരു സംസ്കാരം, സ്വത്വം, നമ്മുടെ സ്വത്വം നിലനിൽക്കുവാൻ വേണ്ടി നമുക്ക് നമ്മുടെ ക്ഷേത്രത്തിൽ നമ്മുടെ രാമൻ ആരാധന ചെയ്യുവാൻ വേണ്ടിയുള്ള അവകാശത്തെ നേടിയെടുക്കുന്നതിൽ മുന്നിൽ നിന്ന ആളുകളാണ് കൊത്താരി സഹോദരന്മാർ. ശരത് കൊത്താരി, രാം കൊത്താരി ചെറുപ്പക്കാരാണ്. ജീവിതം വ്യർത്ഥമായി കളയുന്ന മറ്റു പലരും ജീവിതത്തെപ്പറ്റി യാതൊരു ഗൗരവമില്ലാതെ എന്തൊക്കെയോ വൃത്തികേടുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്ത് ഈ ലോകത്തിന് നന്മയ്ക്ക് വേണ്ടി, രാമന് വേണ്ടി, രാമകാര്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ച ആഞ്ജനേയ സ്വാമിയുടെ അംശങ്ങളായിട്ടാണ് ഞാൻ എല്ലാ സ്വയം സേവകരെയും, ഇതിനുവേണ്ടി അടികൊള്ളുകയും ഇതിനുവേണ്ടി പഴി കേൾക്കേണ്ടി വരികയും ചെയ്തിട്ടുള്ള എല്ലാവരെയും ഓർക്കുന്നത്. ആ തരത്തിലാണ്. അതിന്റെ ഒരു കമ്പാരിസൺ ആണ് ഞാൻ പറഞ്ഞത്. സൈദ്ധാന്തിക തലത്തിൽ തന്നെ സ്വന്തം പ്രത്യയശാസ്ത്രത്തെ കുഴിച്ചു മൂടി അതിന് മേലെ വാഴ നട്ടിട്ടുള്ള CPM എന്ന് വെച്ചാൽ ADBക്കെതിരെ സമരം ചെയ്തവരാണ്, സ്വാശ്രയ കോളേജിനെതിരെ സമരം, ഇവരൊക്കെ തന്നെയാണ് പിന്നീട് ഇതൊക്കെ ആവിഷ്കരിച്ചതും കോഴ വാങ്ങിയതും ഇപ്പൊ സുഖമായി ജീവിക്കുന്നതും. അത്തരത്തിലല്ല രാഷ്ട്രീയ സ്വയംസേവക സംഘം നീങ്ങുന്നത് എന്നതിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തം കൂടിയാണ് രാമജന്മഭൂമി പ്രക്ഷോഭം എന്ന് പറയുന്നത്. ഒരുപക്ഷെ അശോക് സിംഗൽജി വാജ്പേയി ഗവൺമെന്റിന്റെ കാലത്ത് ഫാസ്റ്റ് ആൻഡ് ടു ഡെത്ത്, അത് മരണം വരെ നിരാഹാരം കിടക്കുമ്പോൾ തയ്യാറായത് ഈ രാമന് വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള എത്രയോ ത്യാഗികളുടെ ജീവിതമാണ് ഇന്ന്, അവരുടെ ജീവിതം എല്ലാം സാർത്ഥകമായെന്ന് രാമചന്ദ്രസ്വാമിയുടെ മുമ്പിൽ വെച്ച് നമ്മളെല്ലാം പ്രതിജ്ഞ ചെയ്തതിന് തുല്യമായത്. ഇനി മറ്റൊരു വിഷയം പറയാനുള്ളത്, ഇത് പറയുമ്പോൾ കേരളത്തിലെ മാധ്യമ, എനിക്ക് തോന്നുന്നു മിക്കവാറും കൈരളി ചാനലിൽ വല്യേട്ടൻ സിനിമ ഇട്ട് കാണുമെന്ന്. എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ കണ്ടില്ല. അതായത് എപ്പോഴൊക്കെയാണോ പ്രത്യയശാസ്ത്രപരമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മുഖത്തടി കിട്ടുന്നത് അന്നൊക്കെ വല്യേട്ടൻ സിനിമ ഇടുകയാണ് അവരുടെ പതിവ്.